ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇത് ലോങ് വീഡിയോ ആണ്. ഇന്ന് വെറൈറ്റി പോർഷൻസും പിന്നെ അത് എറിയാനുള്ളത്. എന്താണ് കാണുന്നത്? ഇതൊരു പുതിയൊരു അപ്ഡേറ്റിൽ ഇതാണ് കേട്ടോ. ഉണ്ടാ ഇങ്ങനെ അതിപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ഇന്ന് എറിയാൻ പറ്റുന്ന പോർഷൻസും പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോർഷൻസും ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് രണ്ട് പാർട്ടായിട്ട് ഇറക്കാമെന്ന് വിചാരിക്കണം. കാരണം കുറേ അത്യാവശ്യം കുറേ പോർഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നേരെ ഇൻവിസിബിൾ പോർഷനിൽ നിന്ന് തുടങ്ങാം. അതിന് ഇൻവിസിബിൾ പോർഷൻ ഉണ്ടാക്കാൻ ഫസ്റ്റ് തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഇവിടെ വെക്കാം. എന്നിട്ട് ബ്ലേസ് പൗഡർ ഇവിടെ വെക്കുക. നെതർ വാർഡ് ഇവിടെ വെക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അതേ സൈഡിലുള്ള ആരോ ഫുള്ളാവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് ഫുള്ളായി കഴിഞ്ഞത് ഈ പേര് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് ഇതങ്ങെടുത്ത് മാറ്റുക. നെതർ വാർഡ് മാറ്റിയിട്ട് ഗോൾഡൻ ക്യാരറ്റ് വെക്കുക. ഗോൾഡൻ ക്യാരറ്റിൻ്റെ റെസിപ്പി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരറ്റ്, ഇതാണ് ഗോൾഡൻ ക്യാരറ്റിൻ്റെ റെസിപ്പി. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡൻ ക്യാരറ്റിൻ്റെ റെസിപ്പി. എന്നിട്ട് നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് അവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് വിഷൻ ഇത് പോർഷൻ്റെ പേര് അവിടെ ഇട്ടുണ്ട്. നൈറ്റ് വിഷൻ ഇത് കിട്ടും. എന്നിട്ട് ഈ ക്യാരറ്റ് ഗോൾഡൻ ക്യാരറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതെടുക്കുക. ഇതുണ്ടാക്കുക. ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഇതൊരെണ്ണം ഇതാണ് ഇതിൻ്റെ റെസിപ്പി. കണ്ടാ? അപ്പം ആർക്കും ഡൗട്ടില്ലല്ലോ. അപ്പം നേരെ ഇതിലോട്ട് പോവാം. വീണ്ടും ഈ സാധനം അവിടെ വെക്കാനിട്ട് വീണ്ടും ഫുള്ളാവണവരെ വെക്കും. ഫുള്ളാകുമ്പോൾ ഇൻവിസിബിലിറ്റിയുടെ കിട്ടി. ഇനി ഇതെങ്ങനെ ത്രോയിങ് ആക്കണം, എന്നാൽ എറിയാൻ പറ്റണത് എങ്ങനെ ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൺ പൗഡർ വെച്ചാക്കണം. ഗൺ പൗഡർ വെച്ച് ഈ ഫുള്ളാവണവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ത്രോയിങ് കിട്ടിയിട്ട് ഇതുപോലെ തന്നെ സാധാ എല്ലാ പോർഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ഇത് ഗൺ പൗഡർ വെച്ചാൽ ത്രോയിങ് ആക്കി കിട്ടും. ഇതാണ് നമ്മുടെ ഇൻവിസിബിളിൻ്റെ റെസിപ്പി. നൈറ്റ് വിഷൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഗോൾഡൻ ക്യാരറ്റ് മാത്രം വെച്ചാൽ മതി. അതാണ് നൈറ്റ് വിഷൻ്റെ റെസിപ്പി. ഇനി നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ഫയർ റെസിസ്റ്റൻറ്റിൻ്റെ റെസിപ്പി നോക്കാം. ഹീറ്റ് റെസിസ്റ്റൻറ്റിൻ്റെ റെസിപ്പി നമുക്ക് അതിനാവശ്യം ഇതാണ്. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി ബ്ലേസ് പൗഡർ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ബോട്ടിൽ ഓഫ് വാട്ടർ ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈം ബോളും ഇതുമാണ് ഇതിൻ്റെ റെസിപ്പി. ഓക്കെ, ആർക്കും ഡൗട്ടില്ല. എന്നിട്ട് നമ്മൾ ബ്രൂയിങ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് പോവാം. ഈ സ്റ്റാൻഡിൻ്റെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തന്നില്ലല്ലേ. ബ്രൂയിങ് സ്റ്റാൻഡിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ബ്രൂയിങ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്ക് എവിടെ പോയാ ബ്ലേസ് റോഡാണ് നമുക്ക് ആവശ്യം. അതിന് ബ്ലേസ് റോഡ് എടുക്കുക. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കുക. ഇവിടെ ഇടുക. ബ്രൂയിങ് സ്റ്റാൻഡേർഡ് ഇരുന്ന് വേണ്ട. ഇതാണ് ഇതിൻ്റെ റെസിപ്പി. ഈ റെസിസ്റ്റൻ്റ് പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ പോലെ തന്നെ വാട്ടർ പിന്നെ നെതർ വാർഡ് ഇതായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോർഷൻ നമുക്ക് ഇട്ട് ഇതങ്ങ് എടുത്തിടാം. ഇതിൻ്റെ പേരാണ് മാഗ്മ ക്രിമ്മ അങ്ങനെ എന്താണ് പറഞ്ഞത് ഇതിൻ്റെ പേര്. ഇതങ്ങ് ഇടാം. എന്നിട്ട് കണ്ട
ഹീറ്റ് റെസിസ്റ്റൻ്റ് പോർഷൻ. ഇത് ത്രോയിങ് ആക്കണ നേരത്തെ പറഞ്ഞോണ്ട് ഗൺ പൗഡർ വെച്ചാൽ മതി ഇതിൻ്റെ ഈ ഇരിക്കണ സ്ഥാനത്ത്. ഇനി അടുത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് പോർഷൻ കാണിച്ചതേ ഈ മെലൻ എടുക്കാം. നമുക്ക് ഈ മെലൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഇതെടുക്കുക, നമുക്ക് ഇത് എടുത്ത് ഇവിടെ വെക്കുക, എന്നിട്ട് നെഗറ്റ്സ് എടുക്കുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഇത് ഇതല്ലേ ആൾക്കാരില്ല. ദേ കണ്ട, ഇതാണ് ഇതിൻ്റെ റെസിപ്പി. എന്നിട്ട് നേരെ ഈ മെലൻ നമ്മൾ ഉണ്ടാക്കിയില്ലേ ബ്ലേസ് റോഡിനകത്ത് ഓൾറെഡി ഇരിപ്പുണ്ട്. വാട്ടർ ബോട്ടിൽ വെക്കാം, എന്നിട്ട് ഇത് വെക്കാം, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അതെങ്ങനെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. നമുക്ക് നെതർ വാർഡ് ഇടാൻ മറന്നു കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. ബോട്ടിൽ വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ ഒരു ഇതില്ല. അപ്പോൾ ഓക്കെ, ഇവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നിട്ട് ഈ മെലനെടുത്ത് വെക്കുക. നേരത്തെ കാണിച്ച റെസിപ്പി എടുത്ത് വെച്ചിട്ട് ആ മെലനെടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക. കണ്ട ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്, ഇതാണ് ഇതിൻ്റെ റെസിപ്പി. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ ഇത് ത്രോയിങ് ആക്കണമെങ്കിൽ ഗൺ പൗഡർ വെച്ചാൽ മതി. ഇപ്പം നമുക്ക് സ്ലോ ഫോളിങ്ങിൻ്റെ ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് മാത്രമുള്ള നമുക്ക് ആവശ്യം. ഫാൻറ്റം മെമ്പറിൻ്റെ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാൻറ്റം ഉണ്ട്. ഫാൻറ്റത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫാൻറ്റം. ഇതിനെ കൊല്ലുമ്പോഴാണ് നമുക്ക് കിട്ടണത്. എന്താ ഈ ഫാൻറ്റത്തിന് കൊല്ലുമ്പോഴാണ് നമുക്ക് ഈ സാധനം കിട്ടുക. അത് വെച്ച് ആരും തന്നെ ഇതിവിടെ വെക്കുക, എന്നിട്ട് വാട്ടർ ബോട്ടിൽ വെക്കുക, വെയിറ്റ് ചെയ്യുക. അത് ഞാൻ നിങ്ങളെ അപ്പോൾ എപ്പോഴത്തേം പോലെ അത് ഈ പണ്ടാറം കിട്ടും. അയ്യോ ഇവിടെ ഇത് കിട്ടും. എന്നിട്ട് ഇത് ഇവിടുന്ന് മാറ്റാനിട്ടത് ഈ സാധനം ഇവിടെ വെക്കുക. വീണ്ടും വെയിറ്റ് ചെയ്യുക. നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. സ്ലോ ഫോളിങ്. ഇനി വേണമെങ്കിൽ കുടിച്ച് കാണിക്കണമെങ്കിൽ കാണിക്കാം. നോക്കിക്കോ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കോ, പോയി ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളില്ലേ അല്ല ലാവലൊക്കെ വീഴുമ്പോൾ കയ്യിൽ കൈ പിടിക്കാൻ നല്ല സ്പീഡ് റണ്ണേഴ്സൊക്കെ കൂടുതൽ യൂസ് ചെയ്യണ പോർഷനാണിത്. ഓക്കെ, ഇനി നമുക്ക് ഏത് പോർഷൻ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിൽ ബ്രീത്ത് ചെയ്യണ പോർഷൻ നോക്കാം. നമുക്ക് നേരത്തെ എപ്പോഴും പറയണ പോലെ ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഈ പോർഷൻ നമുക്ക് ഉണ്ടാക്കണം. എന്നിട്ട് പഫർ ഫിഷിന് നമ്മൾ മറ്റേ ബയോമില്ലേ പഫർ ഫിഷിനെ കിട്ടണം. അവിടെ പോയിട്ട് പഫർ ഫിഷിനെ കൊന്നു കഴിഞ്ഞാൽ അതേ കിട്ടും. പഫർ ഫിഷിനെ കിട്ടും. അത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. സാധാ ഞാൻ എപ്പോഴും പറയണ വെയിറ്റ് ചെയ്യുക. വേണ്ട വാട്ടർ ബ്രീത്തിങ്, ഇതാണ് വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രെങ്ത്ത് പോർഷനാണ്. സ്ട്രെങ്ത്ത് പോർഷൻ സാധാരണ ഞാൻ പറയണത് ഈ സാധനം ഇവിടെ വെച്ച് വീണ്ടും
ഈ പോർഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇതിവിടെ വെക്കുക. എന്നിട്ട് നമ്മളെ ബ്ലേസ് പൗഡർ തന്നെയാണ് ഇതിന് ആവശ്യം. സ്ട്രെങ്ത് പോർഷൻ. ഇത് ഫുള്ളാവണ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പെട്ടെന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സ്ട്രെങ്ത് പോർഷൻ ഇത് ത്രോ ചെയ്യണമെങ്കിൽ നമുക്കിത് ഈ ഗൺ പൗഡർ ഇവിടെ വെച്ചാൽ മതി. ഗൺ പൗഡർ എവിടെ നിന്നാണ് കിട്ടുന്നത് ഞാൻ പറയാം. അറിയാത്തവർക്കാണ് ഞാൻ പറയാം. ക്രീപ്പറിനെ നമ്മൾ കൊല്ലുമ്പോഴേക്കും നമുക്ക് ഗൺ പൗഡർ കിട്ടുക. അതെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചാൽ ഗൺ പൗഡർ ഇട്ടൂല. പകരം നമുക്ക് കൊല്ലണം, എന്നാലേ ഗൺ പൗഡർ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത പോർഷൻസ് ഇൻ മേക്കിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി.